ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ DCCയുടെ പ്രസിഡന്റ് CA തങ്കപ്പൻ, പ്രിയങ്കരനായ KPCCയുടെ അധ്യക്ഷൻ CK സുധാകരൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കളെ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇങ്ങനെയൊരു യോഗം ചേരാനിടയായ സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എല്ലാവരും സൂചിപ്പിച്ചു. നമുക്കറിയാം, പാലക്കാട് നഗരസഭയിലെ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് സർക്കാർ ഫണ്ട് കൊണ്ട് ഉള്ള കേന്ദ്രമാണ് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ. അതിന് RSS നേതാവായിരുന്ന ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കാൻ തീരുമാനിച്ചതിനെതിരായി നടന്ന രാഷ്ട്രീയ പ്രതിഷേധമാണ് ഇവിടെ നടന്നത്. എന്ത് കാര്യത്തിലാണ് ഈ ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കുന്നത്? ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗേവാറും ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രവുമായി എന്താ ബന്ധം? ആരായിരുന്നു ഹെഡ്ഗേവാർ? RSSന്റെ ഗുരുജിയാണ്, സമ്മതിച്ചു. RSSന്റെ ഗുരുജിക്ക് ഈ രാജ്യവുമായും ഈ സംസ്ഥാനവുമായും എന്തു ബന്ധമാണുള്ളത്? നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അത് വിദേശ ഭരണഘടനയാണ്. ഈ ഭരണഘടന കൊള്ളരുതാത്ത ഭരണഘടനയാണ്. ഈ ഭരണഘടന മാറ്റണം എന്ന് പറഞ്ഞ ആളാണ് ഹെഡ്ഗേവാർ. ബഞ്ച് ഓഫ് തോട്ട്സിൽ വിചാരധാര എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന അദ്ദേഹത്തിന് പിടിച്ചിട്ടില്ല. നമ്മുടെ അഭിമാനമായി നമ്മൾ കരുതുന്ന സമാനതകളില്ലാത്ത ഈ രാജ്യത്തിന്റെ ഭരണഘടന, ഞങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അഭിമാനത്തോടു കൂടി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് പ്രസംഗിക്കും. ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ ഭരണഘടന നിഷ്പക്ഷമായ ഭരണഘടനയല്ല. ഞങ്ങളുടെ ഭരണഘടന പക്ഷം പിടിക്കുന്ന ഭരണഘടനയാണ്. ആരുടെ പക്ഷം? പാവപ്പെട്ടവന്റെ, സാധാരണക്കാരന്റെ, ന്യൂനപക്ഷക്കാരന്റെ, നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ പക്ഷം പിടിക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് അഭിമാനത്തോടു കൂടി സംസാരിക്കും, ഇല്ലേ? കാരണം എന്താ? അത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ്. ഈ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും എല്ലാം ഹൃദയത്തിലേക്കിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗാന്ധിയും നെഹ്റുവും മൗലാന ആസാദും ഒക്കെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ രാജ്യത്തുടനീളം ചുറ്റി സഞ്ചരിച്ച് ഈ രാജ്യത്തുണ്ടായിരുന്ന എല്ലാ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ, എല്ലാ പോരാട്ടങ്ങളെയും എല്ലാം ദേശീയ പ്രസ്ഥാനത്തിൽ ഏൽപ്പിച്ചു. എപ്പോഴും ആവർത്തിച്ച് ഞാൻ പറയും, എല്ലാ അരുവികളും നദികളും ഒഴുകി മഹാസാഗരത്തിൽ ചെന്നു ചേരുന്നത് പോലെ ഈ രാജ്യത്തെ വ്യത്യസ്തമായ ചിന്താധാരകളെല്ലാം ഒന്നിച്ച് ചേർന്ന ഒഴുകിയെത്തിയ മഹാസാഗരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ആകാശത്ത് നിന്ന് പൊട്ടിവീണ വാക്കുകളല്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കാണ്. അതാണ് ലോകം ഇതുവരെ കാണാത്ത വലിയ ഭരണഘടനാ അസംബ്ലി, പ്രഗത്ഭരായ പണ്ഡിതരായ നിയമജ്ഞന്മാർ ഒരുമിച്ച് നിന്ന് തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കറിനെ പോലുള്ള പിന്നോക്ക ജനവിഭാഗത്തിന്റെ പടത്തലവനായിരുന്ന ഒരാളെ ഗാന്ധിയും നെഹ്റുവും നിയമമന്ത്രിയാക്കി. എന്നിട്ട് ആ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടാക്കിയ ഈ രാജ്യത്തിന്റെ ഭരണഘടന കൊള്ളരുതാത്ത ഭരണഘടനയാണെന്ന് എഴുതി വെച്ച ആളുടെ പേരാണ്. ഈ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിൽ ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കും. ഒരു സംശയം വേണ്ട, രാഷ്ട്രീയമായി എതിർക്കും, എതിർക്കുക തന്നെ ചെയ്യും. കാരണം ഇവരാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്നു അഞ്ചാം പത്തികളായി പ്രവർത്തിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരന്മാരായ ദേശാഭിമാനികളെ
ബ്രിട്ടീഷ് പട്ടാളത്തിനും പോലീസിനും ഒറ്റുകൊടുത്ത ദേശദ്രോഹികളാണ്. എഴുതി വെച്ചോ, കേസെടുത്തോ. ഹെഡ്ഗേവാറും ഈ സവർക്കറുമെല്ലാം ദേശദ്രോഹികളായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമുണ്ടായിരുന്നില്ല. ഏത് കോടതി കേസെടുത്താലും എഴുതി വെച്ചോളൂ, ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. അവരെല്ലാം ദേശദ്രോഹികളായിരുന്നു. രാജ്യത്തിന്റെ കൂടെ നിന്നവരല്ല. ഈ രാജ്യത്തിന്റെ പട്ടിണി പാവങ്ങൾ, സാധാരണക്കാർ തെരുവിലിറങ്ങി, കുട്ടികൾ വിദ്യാലയങ്ങൾ വിട്ട്, അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ച്, തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ട്, കർഷക തൊഴിലാളികൾ പാടശേഖരങ്ങളിലെ പണി നിർത്തി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ, കയ്യും മെയ്യും മറന്ന് പോരാടിയപ്പോൾ, ജീവൻ പണയപ്പെടുത്തി പോരാടിയപ്പോൾ, അവരുടെ ചോരയിൽ അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ 10,000-കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അവരുടെ ജീവനായിരുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിനെ പിന്നിൽ നിന്ന് കുത്തിയവരായിരുന്നു ഇവരെല്ലാം. എന്നിട്ട് അവരുടെ പേര് ഈ പ്രബുദ്ധ കേരളത്തിൽ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചൊരു സ്ഥാപനത്തിൽ എഴുതി വച്ചാൽ എല്ലാവരും എതിർക്കും. എതിർക്കുക തന്നെ ചെയ്യും. അതിനെ ചോദ്യം ചെയ്യും. അതിനെ ചെറുത്തു നിൽക്കും. അതിന്റെ പേരിൽ, പ്രതിഷേധം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ, അവര് അക്രമമൊന്നും കാണിച്ചില്ലല്ലോ. പ്രതിഷേധം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞല്ലോ, ഞാൻ അന്ന് പറയുന്നു. ഞാൻ ഈ പ്രസിഡന്റിനെ പോലെ അങ്ങനെ പറയുന്ന ആളല്ല. ഒരു കൊലക്കേസിൽ പ്രതിയായ, രാഷ്ട്രീയ കൊലപാതകമൊന്നുമല്ല, കൊട്ടേഷൻ ആളായി പോയിട്ട് ഒരു കൊലക്കേസിൽ ഒരുത്തരെ കുത്തിക്കൊന്ന കേസിൽ പ്രതിയായ ഒരുത്തരെ ജില്ലാ പ്രസിഡന്റാക്കി BJP വെച്ചിട്ട് അവനെ കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. ക്രിമിനലിനെ കൊണ്ട്, ഒരു ക്രിമിനലിനെ പിടിച്ച് ജില്ലാ പ്രസിഡന്റാക്കി വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വന്നിരിക്കുക. സന്ദീപ് വാര്യരെ ഭീഷണിപ്പെടുത്തിയെന്ന് സന്ദീപ് രാഹുൽ മാങ്കുളത്തിനെ മാത്രമല്ല, സന്ദീപ് വാര്യരെ ഭീഷണിപ്പെടുത്തിയത്. അത് ദേഷ്യം ഉണ്ടാവുമല്ലോ. ഞങ്ങൾ പറയുന്നു, സന്ദീപ് വാര്യരുടെ മുഖത്ത് നോക്കണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ പേരുടെ ചോര വീണാലേ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നു. മുഖത്ത് നോക്കാൻ, മനസ്സിലായല്ലോ. കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ സംരക്ഷിക്കും. രാഹുലിന് സത്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോരാളിയാണ് രാഹുൽ, ഇല്ലേ? പിണറായി വിജയൻ നവകേരള യാത്ര തുടങ്ങി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമാധാനം ഉണ്ടായിരുന്നു. നവകേരള യാത്രയ്ക്ക് പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഉറക്കം കെടുത്തിയത് പിന്നെയാണ് ഈ മൂന്നാംകിട ക്രിമിനല്. ആണോ? അതാണോ? ഉറക്കം കെടുത്തിയതാണ് പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും ഞങ്ങളുടെ കുട്ടികൾ പോയില്ല. 100 കണക്കിന് പേരാണ് പോലീസുകാരുടെ, ക്രിമിനലുകളുടെ, ഗുണ്ടകളുടെ, പിണറായി വിജയന്റെ കൂടെയുള്ള സെക്യൂരിറ്റി ഗാർഡിന്റെ ഗൺമാന്റെ വരെ മർദ്ദനമേറ്റിട്ടും ആ സമരത്തെ തോപ്പിക്കാൻ പറ്റിയോ? നവകേരള സദസ്, പിണറായി വിജയന്റെ നവകേരള സദസ് കേരളത്തിന്റെ മുന്നിൽ ഒരു പരിഹാസ പാത്രമായി മാറി. അത് ഈ ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തിന്റെ പരിണതഫലമാണ്. ആ ആളെ പേടിപ്പിക്കാൻ നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ 500ഉം 1000ഉം പോലീസുകാർ വരുമ്പോൾ ചെറുപ്പക്കാരെ നയിച്ചുകൊണ്ട് അവിടെ പോയി ഈ തോക്കും പിടിച്ചു നിൽക്കുന്ന, നിറതോക്കും പിടിച്ചു നിൽക്കുന്ന, ലാത്തിയും പിടിച്ചു നിൽക്കുന്ന, ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുന്ന 100 കണക്കിന് പോലീസുകാരുടെ നടുവിലൂടെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന ഈ ചെറുപ്പക്കാരൻ. ഞങ്ങൾ പിന്നെ വന്നത്, ഞങ്ങളുടെ കുട്ടികൾക്ക് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ അവരെ പേടിപ്പിക്കുകയോ ചെയ്ത ഞങ്ങളെല്ലാം അവിടെ എത്തും. ഒരു സംശയം വേണ്ട, അവിടെ എത്തും. അതുകൊണ്ട് ഇത് ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അതുകൊണ്ടാണ് എല്ലാവരും കൂടി വന്നത് എന്നുള്ള തെറ്റിദ്ധാരണയും ഒരാൾക്കും വേണ്ട. ഞങ്ങൾ ഈ സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വർഗീയതയ്ക്കെതിരായിട്ട് പോരാട്ടം നടത്തുന്നവരാ. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്നവരാ. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്.
കോംപ്രമൈസ് ചെയ്യോ രാഹുൽ ഗാന്ധി? വർഗീയതയുമായി സന്ധി ചെയ്യോ? മതേതരത്വത്തിന്റെ പോരാളികളാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രമല്ല, വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാട് ഞങ്ങൾ എടുക്കും. തെരഞ്ഞെടുപ്പിൽ ജയിക്കോ തോക്കോ ചെയ്യട്ടെ, തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിനേക്കാൾ കോൺഗ്രസിന്റെ ലക്ഷ്യം വർഗീയതയെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നതാണ്. ഞങ്ങൾ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. അധികാരത്തെക്കാൾ ഞങ്ങൾക്ക് പ്രധാനം അതാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവർ, അവരുടെ ചോരയാണ് ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നതെങ്കിൽ നിന്റെയൊക്കെ ഈ വർഗീയത, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഈ വൃത്തികെട്ട വർഗീയത ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഞങ്ങളുടെ ജീവൻ കളഞ്ഞാലും ഞങ്ങൾ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട, ഒരു വിട്ടുവീഴ്ചയും വേണ്ട. തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ പേരിലൊന്നും വേണ്ട ഞങ്ങൾക്ക്. ആ വോട്ട് കിട്ടി, വർഗീയത പറഞ്ഞാലേ വോട്ട് കിട്ടുമല്ലെങ്കിൽ ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വർഗീയതക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. എവിടെയും ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അധികാരത്തിലൊന്നുമില്ല, പക്ഷെ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ല. ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിയെയും ഞങ്ങൾ സമ്മതിക്കില്ല. എന്തിന്റെ പേരിലാണെങ്കിലും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ രാജ്യത്തോടൊപ്പം നിൽക്കും. രാജ്യത്തിന് നേരെ ഭീകരർ വെടിവെച്ചപ്പോൾ അത് ഈ രാജ്യത്തിന് നേരെ നടന്ന വെടിവെപ്പായിട്ടാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾക്ക് നേരെ ഉണ്ടായ വെടിയുണ്ടകളായിട്ടാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾ രാജ്യത്തോടൊപ്പം ഞങ്ങൾ ഉറച്ചു നിന്നു. ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തെ ഗവൺമെന്റിനുണ്ട്. എന്താ പറഞ്ഞത്? ഞങ്ങളൊന്നും ഇതുവരെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഇതിനകത്ത്. എന്താ പറഞ്ഞത്? കേന്ദ്ര ഗവൺമെന്റും പട്ടാളവും അറിഞ്ഞില്ല. ബൈസണില് ആളുകളെ, ടൂറിസ്റ്റുകളെ കയറ്റാൻ അനുമതി കൊടുത്തത്, ഈ പറയുന്ന വിവാദം സംഭവം നടന്ന സ്ഥലത്ത് ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കാൻ അനുവാദം കൊടുത്തത് പട്ടാളവും അറിഞ്ഞില്ല, കേന്ദ്ര ഗവൺമെന്റും അറിഞ്ഞില്ല. ഈ നാട്ടിലെ, ഈ രാജ്യത്തെ മുഴുവൻ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരും അറിഞ്ഞു. ഈ രാജ്യത്തെ മുഴുവൻ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർക്കും ഈ ബൈസൺ വാലി തുറന്നു കൊടുത്തത് അറിയാം. അവര് ബൈസൺ വാലിയിലേക്ക് ആളുകളെ ബുക്ക് ചെയ്ത് ഈ കേരളത്തിൽ നിന്നുൾപ്പെടെ ആളുകളെ അങ്ങോട്ട്, രാജ്യം മുഴുവൻ 10,000-കണക്കിന് ആളുകളെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഈ സംഭവം നടന്നതിന്റെ തലേ ദിവസം എറണാകുളത്ത് കൊച്ചി എയർപോർട്ടിൽ ഞാൻ വരുമ്പോൾ കൊച്ചിയിൽ നിന്ന് കാശ്മീരിലേക്ക് വനിതകളുടെ ഒരു സംഘം പോകുന്നു. അവരെന്റെ കൂടെ നിന്ന് ചിത്രം എടുത്ത്. ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോകുന്നു? അവർ പറഞ്ഞു കാശ്മീരിൽ. കാശ്മീരിൽ എവിടെയാ പോകുന്നത്? ബൈസൺ വാലിയിലേക്കാണ് പോകുന്നത്. ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഈ രാജ്യത്തെ മുഴുവൻ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരും അറിഞ്ഞു ബൈസൺ വാലി ഓപ്പൺ ചെയ്തത്. ഇന്ത്യ ഗവൺമെന്റ് അറിഞ്ഞില്ല, ഇന്ത്യയിലെ പട്ടാളം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഈ സമയത്ത് രാജ്യം ഒരുമിച്ച് നിൽക്കണം. അതിന്റെ കൂടെയാണ് ഞങ്ങൾ. ഞങ്ങളാരും രാജ്യവിരുദ്ധരല്ല. ഈ പാകിസ്ഥാൻ ഈ രാജ്യത്തിന് നേരെ കണ്ണുപിടിച്ച് കാണിച്ചപ്പോൾ ചുട്ട മറുപടി കൊടുത്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണിത്. ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി പാകിസ്ഥാന് സഹായമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോ അമേരിക്ക 7ാം നാവികപ്പടയെ അയക്കുമെന്ന് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ അല്ലേ പറഞ്ഞു 7ാം നാവികപ്പട എന്ന് പറഞ്ഞാൽ അന്ന് ലോകം ഭയന്ന് പറിക്കും. മിസൈൽ സംവിധാനമുള്ള വലിയ ഫ്ലീറ്റാണ്, കപ്പലുകളുടെ ഫ്ലീറ്റാണ്. വലിയ രാജ്യമല്ല അമേരിക്ക. എല്ലാവരും പേടിച്ചു നിൽക്കുന്ന കാലമാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞത് എന്താണെന്നറിയാം? 7ാം നാവികപ്പടയെ അമേരിക്ക ഇന്ത്യ സമുദ്രത്തിലേക്ക് അയച്ചാൽ, ഇന്ത്യയിലേക്ക് അയച്ചാൽ ഇന്ത്യ സമുദ്രത്തിൽ അതിനെ കെട്ടിത്താഴ്ത്തുന്നതാണ്. അങ്ങനെ മറുപടി കൊടുത്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ്. ഞങ്ങൾ ഈ രാജ്യം ഭരിച്ചപ്പോൾ ഈ വൈദേശിക ഭീഷണികളെ നേരിട്ട രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ ഉയർത്തിപ്പിടിച്ച രാജ്യമാണ്. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് ഭീഷണിപ്പെടുത്താനൊന്നും ആരും വരണ്ട. ഇപ്പൊ ഇവരെല്ലാവരും തമ്മിൽ ഒരുമിച്ച് ഇന്ന് പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ എന്താ ഇന്ന് ഗാലറിയിൽ മുഴുവൻ കുറെ ക്രിമിനലുകളെ കൊണ്ടുവരായിരുന്നു BJP-ക്കാർ. നമ്മുടെ 3 കൗൺസിലർമാർ അനുപമയും മൻസൂറും അസ്രഫയും ഒരാശുപത്രിയിലാണ്. അവിടെ ബഹളം ഉണ്ടാക്കിയതാണ്. ക്രിമിനലുകളെ കൊണ്ടുവന്ന് മുനിസിപ്പൽ കൗൺസിൽ ബഹളം ഉണ്ടാക്കാം. അതൊന്നും ഞാൻ പ്രസിഡന്റ് പറഞ്ഞ ഭാഷ പറയുന്നില്ല.
പ്രസിഡന്റ് അത് പറയാതെ പറയേണ്ടത് വേണ്ട, അത് വേണ്ട, അത് ഇനി ആവർത്തിക്കണ്ട. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇത്രയും ഞാൻ പറയുന്നത്. ഞാൻ ഏറ്റവും സൗമ്യമായ ഭാഷയിലാണ് പറഞ്ഞു. ഇതങ്ങനെയല്ല, ഭയങ്കര കുഴപ്പമാണ്. അത്രേ ഞാൻ പറയില്ല. ഏറ്റവും സൗമ്യമായ ഭാഷയിൽ അത് വേണ്ട. മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ല. അത് വേണ്ട എന്ന് പറഞ്ഞപ്പോ അത് വേണ്ട. പിന്നെ ഇവർക്ക് എന്താ പരിപാടി? ഇപ്പോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനമാണ്. പ്രധാനമന്ത്രി വരികയാണ്, പിണറായി വിജയൻ അതിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ് ഫോട്ടോ എടുത്ത്. കുടുംബം ഞാൻ പറയല്ല, കുടുംബം പോയി നിൽക്കാൻ പോട്ടെ, അദ്ദേഹത്തിന്റെ ഇഷ്ടം. കുടുംബത്തേക്ക് കൂടി കൊണ്ടുപോയി കാണിച്ചു. ഓക്കെ, നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്താ പറയണ? ഞാൻ ചെയ്തത് കണ്ടില്ലേ? വക്കം മുഹമ്മദ് ബഷീറിന് അറിയില്ലേ? പുള്ളിയുടെ ഒരു ഉഗ്രം കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ പിണറായി വിജയന്മാര് ഭാവിയിൽ ഉണ്ടാവുമെന്ന്. അദ്ദേഹം ഒരു ഉഗ്രം കഥാപാത്രത്തെ വെച്ചിട്ടുണ്ട്, എട്ടുകാലി മമ്മൂന്. എട്ടുകാലി മമ്മൂനിന്റെ അറിയാം പറ്റിയത്. മനക്കല പാറക്കുട്ടി പ്രസവിച്ചെന്നും പറഞ്ഞൊരു വാർത്ത വന്നു. അപ്പൊ നാട്ടിൽ എന്ത് കാര്യം വന്നാലും അതിന്റെ പിതൃത്വം പുള്ളി അവകാശമുണ്ട്. എട്ടുകാലി മമ്മൂനിന്റെ പ്രത്യേക സ്വഭാവം. അപ്പൊ നാട്ടുകാരെ കൂടി ഇയാളൊന്ന് പറ്റിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ മനക്കല പാറക്കുട്ടി പ്രസവിച്ചു. മനക്കല പാറക്കുട്ടി പ്രസവിച്ചെങ്കിൽ ആ കൊച്ചിന്റെ തന്ന ഞാനാണെന്ന് ആര് പറഞ്ഞു? എട്ടുകാലി മമ്മൂന് പറഞ്ഞു. പാവം എട്ടുകാലി മമ്മൂന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു മനക്കല പാറക്കുട്ടി എന്ന് പറയുന്നത് ഒരു പിടിയാനയാണെന്നും ആ പിടിയാനെ പ്രസവിച്ചത് ആനക്കുട്ടിയാണെന്നും. പിണറായി വിജയൻ ആ അബദ്ധം പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയല്ലേ കേരളത്തിന്റെ? ഈ വിഴിഞ്ഞം തുറമുഖം ശ്രീ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സമയത്ത് എന്താ അദ്ദേഹം പറഞ്ഞത്? പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് ആര് ഉമ്മൻചാണ്ടി ചെയ്യുന്നത്. രണ്ടാമത് നമ്മുടെ ദേശാഭിമാനി പത്രത്തിന്റെ ഹെഡിങ് കടൽ കൊള്ള. മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ പട്ടിണിയിലാകും, അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടും. 6000 കോടി റിയൽ എസ്റ്റേറ്റ് അഴിമതിയ മിസ്റ്റർ പിണറായി വിജയൻ 9 കൊല്ലമായല്ലോ അധികാരത്തിലിരിക്കുന്നു. ഉമ്മൻചാണ്ടി ചെയ്ത ഒരു അഴിമതി പുറത്തു കൊണ്ടുവരാൻ പറ്റിയ 6000 കോടി രൂപയുടെ അഴിമതി. എന്നിട്ട് ഇത് 2019 തീർക്കേണ്ടതാണ്. ഇത് 2015 തുടങ്ങി വെച്ചതാണ്. ഇപ്പൊ 25 6 കൊല്ലം വൈകി സ്വാഭാവികമായി തീർന്നതാണ്. ആ എഗ്രിമെന്റിൽ എന്തൊക്കെയുണ്ട്? 2017 റോഡ് പണി മുഴുവൻ, റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കും. 2019 റെയിൽ കണക്ടിവിറ്റി മുഴുവൻ തീർക്കും. പോർട്ട് വന്നാൽ പോർട്ട് മാത്രം പോരാ, അവിടുത്തെ കണ്ടെയ്നറുകൾ പോകാൻ വേണ്ടിയിട്ടുള്ള റെയിൽ കണക്ടിവിറ്റി വേണം, റോഡ് കണക്ടിവിറ്റി വേണം. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ സാറേ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. 2017 തീരേണ്ട റോഡ് കണക്ടിവിറ്റി 8 കൊല്ലമായിട്ടും ചെയ്തിട്ടില്ല. 2019 തീരേണ്ട റെയിൽ കണക്ടിവിറ്റി ചെയ്തിട്ടില്ല. സ്വാഭാവികമായി തീർന്നതാണ് വിഴിഞ്ഞം തുറമുഖം. ആ ഉമ്മൻചാണ്ടിയുടെ പടമാണ് അതിന്റെ മുമ്പിൽ വെക്കേണ്ടത്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുമ്പിൽ. എന്നിട്ട് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയെയും കൂട്ടി പോകുമ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് വേണം പോവാൻ. അപ്പൊ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ വിളിക്കില്ല പരിപാടി. അതൊക്കെ ഓരോരുത്തരുടെ ഔചിത്യമാണ്. വിളിക്കണോ വേണ്ടതെന്നത്. അവിടെ ചെന്നാൽ നമ്മൾ വല്ല അപ്രിയ സത്യങ്ങൾ ഇതുപോലെ വിളിച്ചു പറയുമോ എന്ന് പേടിച്ചിട്ടാണെന്നറിയില്ല. വേണ്ട. പക്ഷേ നമ്മുടെ സഹകരണ മന്ത്രി പറഞ്ഞു ഇത് ഗവൺമെന്റിന്റെ 4ാം വാർഷികമാണ്, അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത്. കാരണം UDF 4ാം വാർഷികം ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വിളിക്കാത്തത്. അപ്പൊ എനിക്ക് BJP-ക്കാരോട് ചോദിക്കാനുള്ളത്, ഈ സർക്കാരിന്റെ 4ാം വാർഷികം CPM-ഉം BJP-യും കൂടി ഒരുമിച്ചാണോ നടത്തുന്നത്? അല്ല, പ്രധാനമന്ത്രി വരുന്നുണ്ടേ. പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് പിണറായി വിജയന്റെ 4ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അല്ല, BJP-യും CPM-ഉം കൂടി ഒരുമിച്ച് ചേർന്നാണ് പിണറായി വിജയന്റെ 4ാം വാർഷികം നടത്തുന്നതെങ്കിൽ നിങ്ങൾ നടത്തിക്കോ, സന്തോഷമായിട്ട് നടത്തിക്കോ. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ആ വിഴിഞ്ഞം പോർട്ട് ആരാ കൊണ്ടുവന്നെന്ന്. നിങ്ങൾ ഇനി നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് പിണറായി വിജയൻ ഒരു അഭിനന്ദന വാക്ക് പറയിച്ചാലും കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാവില്ല. ഒരു തെറ്റിദ്ധാരണയും വേണ്ട, ഒരു തെറ്റിദ്ധാരണ. എനിക്കൊരു വിഷമമില്ല. കാരണം മെട്രോ റെയിൽ കൊച്ചിയിൽ കൊണ്ടുവന്ന ആരാ? ഉമ്മൻചാണ്ടി. ആ മെട്രോ റെയിലിന്റെ ഉദ്ഘാടനത്തിന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചില്ല.
കാരണം എന്താ അറിയോ, അവിടെ ഇരുന്നാൽ എല്ലാ ശ്രദ്ധാകേന്ദ്രവും ഉമ്മൻചാണ്ടി ആവും. അതുകൊണ്ടാണ് വിളിക്കാറുന്നത്. അതപ്പോ പിണറായി വിജയന് പേടിയുണ്ട്. അതുകൊണ്ടാ. എന്നെ പേടിയാവുന്നല്ല, ഞാൻ ഇതെല്ലാം പറയും അവിടെ ചെന്ന്. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് വിളിക്കേണ്ടെന്ന് വെച്ചത്. ഒരു കുഴപ്പമില്ല. നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂടി ബിജെപിയും CPM കൂടി അത് ഉദ്ഘാടനം ചെയ്യും. ജനങ്ങൾ ആഘോഷിച്ചോളൂ. ജനങ്ങളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടാവും, UDF സർക്കാരിന്റെ പേരുണ്ടാവും. ഇവര് തമ്മിൽ സഹയാത്രികരാണ്. ഒരേ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം. ഒരേ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. സംഭവം എന്താ, ഡൽഹിയിൽ കണ്ടില്ലേ, നിർമ്മല സീതാരാമനും ഗവർണർക്കും കൂടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് പിണറായി വിജയന്റെ വക, ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ എന്നോട് പത്രക്കാരി ചോദിച്ചപ്പോ ഞാൻ പറയാം, ഇതെന്താ കുഴപ്പം, ധനകാര്യമന്ത്രി കാണുമല്ലേ, കേരളത്തിന്റെ ധനകാര്യ പ്രശ്നങ്ങൾ, ധനപ്രതിസന്ധിയൊക്കെ ചർച്ച ചെയ്യട്ടെ, എന്താ കുഴപ്പം? ഞാൻ ചൂടായി മാധ്യമപ്രവർത്തകരോട്, നിങ്ങൾക്ക് എന്താ കുഴപ്പം, അവർ കാണട്ടെ. പിന്നെയാണ് അറിഞ്ഞത് കേരളത്തിന്റെ ധനപ്രതിസന്ധിയെ പറ്റി ഒന്നും പറഞ്ഞത്, വേറെ കാര്യമാണ് പറഞ്ഞത്. വേറെ കാര്യം അറിയാല്ല എന്താ പറയേണ്ടതെന്ന്. ഈ SFIO എന്ന് പറയുന്നത് ആരുടെ ഏജൻസി, ആരുടെ കീഴിലുള്ള ഏജൻസിയാ? ധനവകുപ്പിന്റെ കീഴിലുള്ള ഏജൻസിയാണ്. അപ്പൊ നിർമ്മല സീതാരാമന് കാണണം, കാര്യം അറിയാലോ, കാണാതിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഇതേ ഗവർണർമാരൊക്കെ ഡിന്നറിന് വിളിച്ചേക്കുന്നു, 3 ഗവർണർമാർ, BJPയുടെ 3 ഗവർണർമാര്, ശ്രീധരൻപിള്ള അല്ലെ കേരള ഗവർണർ, പിന്നെ ആനന്ദ ബോസ്, 3 പേരെയും വിളിച്ചു. അവരവസാനം മാറിക്കളഞ്ഞ് അവർക്ക് മനസ്സിലായി കാര്യം എന്തായിരിക്കും, അവർക്ക് മനസ്സിലായി കാണും. 3 പേരെ വിളിച്ചു. ഇനി ഈ ഒരു ലഞ്ച് ഉണ്ട് മെയ് ആദ്യവാരം, അത് ആരായിട്ടാണെന്ന് എനിക്കറിയാം. പിണറായി വിജയൻ ആർക്കാണ് ഡൽഹിയിൽ പോയി ലഞ്ച് കൊടുക്കാൻ പോകണമെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പൊ പറയില്ല. ലഞ്ച് ആദ്യത്തെ ആഴ്ച, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് ആർക്കൊക്കെ ആയിട്ടാ? BJPക്കാരുമായിട്ട്. ഇങ്ങനെ വേണം, മനസ്സിലായ? എന്താ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തിനാണ് അവരുടെ കാല് പിടിക്കണമെന്ന് മനസ്സിലായല്ലോ. എന്തിനാ അവരുടെ കാല് പിടിക്കുന്നത്? എന്തിനാ BJPക്കാരുടെ കാല് പിടിക്കുന്നത്? BJPക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് SFIയെ കൊണ്ടൊരു കേസ് ഫയലിപ്പിച്ചു മകൾക്കെതിരായിട്ട്, മകളുടെ കമ്പനിക്കെതിരായിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു CMRL കമ്പനിയിൽ നിന്ന് 2,70,00,000 രൂപ മകളുടെ കമ്പനി മേടിച്ചു. അപ്പൊ കമ്പനിയുടെ ആളുകൾ SFIക്ക് മൊഴി കൊടുത്തു. പ്രത്യേകിച്ച് ഒരു സർവീസും ചെയ്തു തന്നിട്ടില്ല, പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാതെ ശ്രീകണ്ഠന്റെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും 2,70,00,000 രൂപ അയക്കോ? ഞാൻ തുറച്ചുകൂടി കഴിഞ്ഞാൽ അങ്ങനെ അയക്കും ആരെങ്കിലും? ഒരു സർവീസും ചെയ്യാതെ, അല്ലെന്ന് ഒരു പണിയും ചെയ്യാതെ നമ്മുടെ ആരുടെ അക്കൗണ്ടിലേക്ക് 2,70,00,000 രൂപ അയക്കോ? പക്ഷെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു, ഒരു സർവീസും ചെയ്യാതെ. അപ്പൊ SFIO കേസെടുത്തപ്പോ ഇപ്പോ ബാങ്കിലോട്ട് ഇവരെ പിടിച്ചു കളയുന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ഇവിടെ മാധ്യമപ്രവർത്തകരൊക്കെ നിൽക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെല്ലാം കൊടുത്തൊരു ലീഡുണ്ട്. കരുവന്നൂരിൽ ED പിടിമുറുക്കി. കരുവന്നൂരിൽ ബാങ്ക് 400 കോടി കൊള്ളയടിച്ചാണ് CPM-കാർ. അവിടെ ED പിടിമുറുക്കി. ഞാൻ അന്ന് പ്രിയമുള്ളവരെ, അപ്പൊ ഈ കരുവന്നൂരിൽ 400 കോടി CPM-കാര് അടിച്ചുകൊണ്ടുപോയ കേസാണ്.
ED പിടിമുറുക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പിടിയും മുറുക്കിയിട്ടില്ല. അത് പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസി CPM നേതാക്കന്മാരുടെ കഴുത്തിലൊന്ന് പിടിച്ചാണ്. ഇത്രയുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ എടുത്ത് റെക്കോർഡ് നോക്കിക്കോ. ഇലക്ഷന് മുമ്പ് ഒറ്റ CPM നേതാക്കന്മാര് അവിടെ VS സുനിൽകുമാറിന് വേണ്ടി വർക്ക് ചെയ്തില്ല. കാരണം എന്താണെന്നറിയോ? ED വിളിക്കും. അപ്പൊ ഇവര് വിചാരിക്കും ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യില്ല, പറഞ്ഞു വിടും. എന്നിട്ട് വേറൊരു ഡേറ്റ് കൊടുക്കും. അപ്പൊ ഇവര് പേടിക്കും അന്നായിരിക്കും അറസ്റ്റ് ചെയ്യണമെന്ന്. അന്ന് പേടിച്ച് ചെല്ലും, അന്ന് അറസ്റ്റ് ചെയ്യില്ല. മൂന്നാമത് വിളിക്കും, മൂന്നാമതും ചെല്ലും. ഇങ്ങനെ പേടിപ്പിച്ച് കഴുത്തിൽ പിടിവെച്ച് ഇവരെ പേടിപ്പിച്ച് അവിടെ CPM-ന്റെ വോട്ട് കൂടി BJP അടിച്ചു കൊണ്ടുപോയി സുരേഷ് ഗോപി ജയിച്ചു. അതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയന്റെ കഴുത്തിൽ വച്ചിരിക്കുന്ന ഒരു പിടിയാണ് ഈ SFIO കേസ്. അത്രയും വിചാരിച്ചത്. അത്രയേ ഉള്ളു, വലിയ ഇതൊന്നും വേണ്ട. അത്രയാണ് വിരട്ടി കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? BJP സ്ഥാനാർത്ഥികളെ പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതുപോലെ BJP സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചോ, കേരളത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇപ്പൊ ഇവരെല്ലാവരും ചേർന്ന് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുമായി കേരളത്തിലേക്ക് വരിക. അതൊന്നും കേരളത്തിൽ ഓടില്ല. കാരണം കേരളത്തിൽ മതേതരത്വത്തെ സംരക്ഷിക്കാൻ, വർഗീയതയ്ക്കെതിരായി പോരാടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം ഉണ്ട് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ നവകേരള യാത്രയ്ക്ക് ശേഷം അടുത്ത ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. എന്താണ്? 4ാം വാർഷികത്തിന്റെ ആഘോഷം. എന്ത് കാണിച്ചിട്ടാണ് നിങ്ങൾ 4ാം വാർഷികം ആഘോഷിക്കുന്നത്? ഹൈവേ പണിതെന്നു. ഹൈവേ ആരാ പണിത്? ഹൈവേ കേന്ദ്ര ഗവൺമെന്റാണ് പണിതത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, ഇന്ത്യയിൽ മുഴുവൻ ഹൈവേ പണിയുന്ന പ്രോജക്റ്റാണ്. UPA ഗവൺമെന്റിന്റെ കാലത്ത് മുതൽ റെഡിയാണ് കേന്ദ്ര ഗവൺമെന്റ് പണിയാൻ. സ്ഥലം എടുത്തു കൊടുത്തില്ല. അപ്പൊ പറയും ഞങ്ങൾ സ്ഥലം എടുത്തു കൊടുത്തു. ശരിയാണ്, സ്ഥലം എടുത്തു കൊടുത്തു. എന്തുകൊണ്ടാണ് സ്ഥലം എടുത്തു കൊടുക്കാൻ പറ്റിയത്? UPA ഗവൺമെന്റ് കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് എന്ന് വെച്ചാൽ സ്ഥലമെടുത്താൽ ന്യായമായ വേതനം കൊടുക്കണം. എന്റെ നിയോജകമണ്ഡലത്തിൽ കൂടി ഹൈവേ പോകുന്നുണ്ട്. അന്ന് 10,000 രൂപയാണ് 2006-ൽ, 23,000 രൂപയാണ് ഒരു സെന്റ് ഭൂമിക്ക് കിട്ടിയത്. ഒരു സെന്റ് ഭൂമിക്ക് 23,000 രൂപ. 10 സെന്റ് പോയാൽ 2,30,000. ഇൻകം ടാക്സ് കിഴിച്ച 2 ലക്ഷം രൂപ 10 സെന്റ് പോയവന് കിട്ടും. ഒരു സെന്റ് ഭൂമി മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു സെന്റ് പറ്റുമോ? 2006-ലൊക്കെ നല്ല ഭൂമുള്ള സമയമാണ്. ഒരു സെന്റ് ഭൂമി അവിടെ കിട്ടില്ല. അപ്പൊ 10 സെന്റ് പോയവൻ തെരുവിലേക്ക് ഇറങ്ങണം. അതായിരുന്നു സ്ഥിതി. ഞങ്ങളെല്ലാം സമരം ചെയ്തു. ഹൈവേ വേണ്ടാന്ന് പറഞ്ഞു, കാശ് കൊടുത്തിട്ട് മതി ഹൈവേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സോണിയാഗാന്ധി മുൻകൈയെടുത്ത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കി. ഇപ്പൊ അന്ന് 23,000 കിട്ടിയ സ്ഥലത്ത് എന്റെ മണ്ഡലത്തിൽ ഒരു സെന്റിന് കിട്ടിയത്രയോ 10 ലക്ഷം രൂപ. ഇപ്പൊ പണ്ട് സ്ഥലം എടുത്ത ആളുകൾ കരച്ചിലാണ്. ഇപ്പൊ ചോദിക്കുക, സാറേ എന്റെ ഭൂമിയും കൂടി ഒന്ന് എടുക്കാൻ പറ്റുമോ? അതാണ് കാരണം. പൈസ കിട്ടും, നഷ്ടപരിഹാരം കൊടുത്ത് സ്ഥലം എടുക്കാൻ പറ്റി. അതുകൊണ്ടല്ലേ റോഡ് പണിയണത്. ഈ ഗവൺമെന്റിന് എന്ത് നേട്ടം ഉണ്ടായി? എന്തവര് ചെയ്തത്? ഇപ്പൊ 100 ചില്ലാൻ കോടി. നിങ്ങൾ നോക്കിക്കോ, 200-300 കോടിയാവും ഈ വാർഷികം കഴിയുമ്പോൾ. ഈ 100 കോടിയെങ്കിൽ 100 കോടി ചെലവാക്കിയത് ആരുടെ പൈസയാണ്? ആരുടെ പൈസയാ? 5 നയാ പൈസയില്ല. ഖജനാവിൽ പൂച്ച പെറ്റിടക്കുകയാണ്. അറിയാലോ, ഒരു നയാ പൈസയില്ല. നയാ പൈസ. എന്തുകൊണ്ടാ? ആശുപത്രിയിൽ മരുന്നുണ്ടോ? ഇല്ല. കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട് ഗവൺമെന്റ്. മാവേലി സ്ത്രീകൾ ഇവിടെ ഇരിക്കുന്നു. മാവേലി സ്റ്റോറിൽ പോയാൽ സബ്സിഡിയുള്ള ഐറ്റം വല്ലതും ഉണ്ടോ? ഇല്ല. എന്താ കാര്യം? സപ്ലൈകോയ്ക്ക് കോടികളാണ് ഗവൺമെന്റ് കൊടുക്കാനുള്ളത്. വിലക്കയറ്റമാണ്. രൂക്ഷമായ വിലക്കയറ്റവും നാണ്യപ്പെരുപ്പവുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉള്ള സംസ്ഥാനം കേരളമാണ്. സാധാരണക്കാരെയാണ് ബാധിക്കുന്ന വിലക്കയറ്റം. ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കേണ്ട സപ്ലൈകോയ്ക്ക് കൊടുക്കാൻ കോടികളാണ് കൊടുക്കാനുള്ളത്. ആശുപത്രിയിൽ പോയാൽ കാരുണ്യ സ്കീമിന്റെ പൈസ ഉണ്ടോ? കോടികൾ ആശുപത്രികൾക്ക് കൊടുക്കാനുണ്ട്. കാസ്പിന്റെ കാർഡ്, കാരുണ്യ കാർഡ് അവര് സ്വീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, ആശാ വർക്കർമാരുടെ സമരം
തിരുവനന്തപുരത്ത് നടക്കുകയാണ് ഇല്ലേ? ആ സമരത്തിന് സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ആ സ്ത്രീകളെ അപമാനിക്കുകയാണ് മന്ത്രിമാർ. അഹങ്കാരികളായ മന്ത്രിമാർ കളിയാക്കിയാണ് സ്ത്രീകളെ, സമരം ചെയ്യുന്ന സ്ത്രീകളെ. എടോ, എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അവരെ പരിഹസിക്കുന്ന നിങ്ങൾ എന്ത് ഇടതുപക്ഷ പാർട്ടിയാ? ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്നത് തീവ്ര വലതുപക്ഷ മുന്നണിയാണ്. തീവ്ര വലതുപക്ഷ മുന്നണി. ചേട്ടൻ ബാവയും അനിലും ബാവയുമാണ്. ഡൽഹിയിൽ നരേന്ദ്രമോദി, ഇവിടെ പിണറായി വിജയൻ ഒരു പൈസ കൊടുക്കില്ല. നിങ്ങൾക്കറിയാമോ, ഈ പ്ലാൻ മുഴുവൻ കട്ട് ചെയ്തു. പദ്ധതി പട്ടികജാതിക്കാരുടെ 500 കോടി രൂപ കട്ട് ചെയ്തു. പട്ടിക വർഗക്കാരുടെ 112 കോടി രൂപ കട്ട് ചെയ്തു. വിദ്യാഭ്യാസം, ആരോഗ്യം എല്ലാം കട്ട് ചെയ്തു. 5 പൈസ സർക്കാരിനില്ല. പാവപ്പെട്ട പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻസ് കൊടുത്തിട്ട് 2 വർഷമായി. നിങ്ങൾ ചോദിക്കും പ്ലസ് ടുവിലെ കുട്ടികളോട്. 2 വർഷമായി പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന SC വിഭാഗം വിദ്യാർത്ഥികൾ, ST വിഭാഗം വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനില്ലാതെ അവർ പഠനം നിർത്തിപ്പോരാണ്. കൊടുക്കാൻ പൈസയില്ല. സ്കൂളിൽ പാചകം ചെയ്യുന്ന പാചക തൊഴിലാളികൾക്ക് മാസം എത്രയും ശമ്പളം കൊടുത്തിട്ട് ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ബാങ്കുകളിലെ കളക്ഷൻ ഏജന്റുമാർക്ക് പൈസ കൊടുത്തിട്ട് എത്ര മാസമായി? കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടിയിട്ട് 16 മാസമായി. അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷനായാൽ കാശ് കൊടുത്തിട്ട് എത്ര മാസമായി? എവരെ കർഷക തൊഴിലാളി പെൻഷൻ? ഈ നെല്ല് സംഭരണം നടക്കുന്നുണ്ടോ? ഇന്നും എന്നോട് മാത്തൂരി എന്നപ്പോ പറഞ്ഞു, സാറേ നെല്ല് സംഭരിക്കുന്നില്ല, 2 മാസമായി ചാക്കി കെട്ടി വെച്ചിരിക്കുക. ഈ മഴയത്ത് അത് പൊട്ടി മുള വന്നു. നെല്ല് സംഭരിക്കില്ല. നെല്ല് സംഭരിച്ചതിന്റെ PR ഷീറ്റ് ബാങ്കിൽ കൊണ്ടുപോയ ബാങ്ക് വേറെ പണി നോക്കാൻ പറയും. ബാങ്ക് സ്വീകരിക്കില്ല PR ഷീറ്റ്. കാരണം എന്താ? ബാങ്കിൽ കോടികളാണ് സർക്കാർ കൊടുക്കാനുള്ളത്, ബാങ്കിൽ കൊടുക്കാൻ. നെല്ല് സംഭരണം നടക്കുന്നില്ല, തേങ്ങാ സംഭരണം നടക്കുന്നില്ല. എന്തിനാ ഭരിക്കുന്നത്? പണ്ട് ഇന്നസെന്റ് ചോദിച്ചതുപോലെ, എന്തിനാ നീ പഠിക്കുന്നതെന്ന് ചോദിക്കില്ലേ? അതുപോലെ എന്തിനാ പഠിക്കുന്നത്? 5 നയാ പൈസയിൽ എന്നിട്ടാണ് 100 ചില്ലാൻ കോടി ചെലവാക്കി ഈ വാർഷികാഘോഷം നടത്തുന്നത്. 15 കോടി രൂപയുടെ ബോർഡാണ് ഇയാളെ മോങ്ങാണ് വെച്ചിരിക്കുന്നത് കേരളത്തിൽ. 15 കോടി. ആ പാചക തൊഴിലാളികൾക്ക് ഒരു പെൻഷൻ കൊടുക്കാൻ പാടില്ലേ? പൈസ അവരുടെ വേതനം കൊടുക്കാൻ പാടില്ലേ? പാവപ്പെട്ട സ്ത്രീകളാണ് കൂടുതൽ. ആ ആശാവർക്കർമാർക്ക് പണം കൊടുക്കാൻ പാടില്ലേ? അവരോട് പറയാൻ പാടില്ലേ? ഒന്നും ചെയ്യില്ല, ഇവരൊന്നും ചെയ്യില്ല. എന്നിട്ട് ഈ വാർഷികാഘോഷം നടത്തിയ, ഞാൻ പറയുന്നു, ഈ വാർഷികാഘോഷം അവസാനിക്കുമ്പോ പിണറായി വിജയൻ കേരളത്തിന്റെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമാവും. ഒന്നും കയ്യിലില്ല. എന്നിട്ട് വാർഷികാഘോഷം നടത്തുക. വാർഷികാഘോഷ പരിപാടികൾ സാധാരണക്കാരന്റെ നികുതി പണം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. വൈദ്യുതി ചാർജ് കൂട്ടിയിൽ എത്ര പ്രാവശ്യം കൂട്ടി? കഴിഞ്ഞ നവംബറിൽ കൂട്ടിയപ്പോ ഈ മാർച്ചിലെയും കൂടി ഒരുമിച്ചാണ് കൂട്ടിയത്. ആരും അറിഞ്ഞില്ല. ഇപ്പൊ ബില്ല് വരുമ്പോ കൂടുതൽ ബില്ല് വന്നു തുടങ്ങുമ്പോ ഈ മാസം മുതൽ കൂടുതൽ ബില്ല്. എത്ര പ്രാവശ്യമാ വൈദ്യുതി ചാർജ് കൂട്ടിയത്? വൈദ്യുതി ബോർഡ് തകരാറിലായി, സപ്ലൈകോ പോയി, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പോയി, KSRTC കൂട്ടാറായി. അവിടെ മര്യാദയ്ക്ക് പെൻഷനും ശമ്പളവും കൊടുക്കുന്നില്ല. പിന്നെ എന്താണ് നിങ്ങൾ 9 വർഷം കേരളത്തിൽ ഉണ്ടാക്കി വെച്ചത്? കേരളത്തിൽ ഈ ജനങ്ങളെ മുഴുവൻ, സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ പൊറുതി മുട്ടിച്ച ഭരണമാണ് കേരളത്തിൽ നടത്തിയത്. എന്നിട്ടിപ്പോ BJPയുമായി ചേർന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങൾ ഒരുമിച്ച് പോയാൽ നിങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് എന്ന് ഞങ്ങൾ കേരളത്തിലെ മതേതര വിശ്വാസികളായ ജനങ്ങളോട് ഞങ്ങൾ പറയും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയാലും കൊടുങ്കാറ്റിന്റെ വേഗതയോടെ, മിന്നൽ പിണരിന്റെ ശക്തിയോടെ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഞങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും. ആശാവർക്കർമാരുടെ ഉൾപ്പെടെ, അംഗൻവാടി ജീവനക്കാരുടെ ഉൾപ്പെടെ ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും. ആരാ നെല്ല് സംഭരണം കൊണ്ടുവന്നത്? UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ. ഒരു പ്രാവശ്യം മുടങ്ങിയോ? നെല്ല് സംഭരണത്തിന്റെ പണം ഞങ്ങളാ കൊണ്ടുവന്നത്.
അതെല്ലാം തകരാറിലാക്കി. കാരുണ്യ മെഡിക്കൽ ഷോപ്പുകൾ തകരാറിലാക്കി, കാരുണ്യ സ്കീം തകരാറിലാക്കി. UDF കൊണ്ടുവന്ന ക്ഷേമ പരിപാടികളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി. വികസന പരിപാടികൾ ഇപ്പോ പഞ്ചായത്ത് മെമ്പർമാർ ഇരിക്കുന്നുണ്ടാവും. ജലജീവൻ മിഷൻ കുഴിച്ചിട്ട കുഴി അവിടെ കാശ് കൊടുക്കാതെ എത്രയെന്ന് അറിയാമോ? 4000 കോടി രൂപയാണ് ജലജീവൻ മിഷന്റെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാറുള്ളത്. PWD വല്ല പണിയെടുത്ത് നടക്കണ്ട. ഏതെങ്കിലും ഒരു ജോലി ഒരു കോൺട്രാക്ടറും ഒരു വർക്ക് കൊടുക്കുന്നില്ല. 1000 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുണ്ട്. കരാറുകാർക്ക് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ് 4ാം വാർഷികം ആഘോഷിക്കുന്നത്. അതിനെല്ലാമുള്ള ജനങ്ങളുടെ മറുപടി ഉണ്ടാകും. ഇപ്പോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പിന്തുണയുണ്ട് എന്ന് കരുതി അധികം അഹങ്കരിക്കേണ്ട. ജനാധിപത്യ കേരളത്തിന് നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്കും നിങ്ങളുടെ ഈ ഒരുമിച്ചുള്ള പോക്കിനും എന്തു മറുപടി കൊടുക്കണം എന്ന് കേരളത്തിന് അറിയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. BJPക്കാരോട് പറയാനുള്ളത് കേരളത്തിലെ KPCCയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ K സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അത് മതി. അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഭയപ്പെടുത്താൻ വരേണ്ട, ഭീഷണിപ്പെടുത്താൻ വരേണ്ട. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരെയും ഞങ്ങളുടെ അനുഭാവികളെയും സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ശക്തി കേരളത്തിലെ കോൺഗ്രസിനുണ്ട് എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും. അടുത്ത് പാലക്കാടിന്റെ പ്രിയപ്പെട്ട MP